അപ്പം ഞാൻ അവിടെ പോകാൻ നിൽക്കട്ടോ. ഇത് രണ്ടാളും ഉറങ്ങി നീക്കണേ ആദ്യേ എവിടെ നോക്കാം ഒരു ഹായ് പറയും ആദ്യം. ശരി, അപ്പോൾ ആദ്യം ഉറങ്ങിക്കട്ടോ. നമ്മൾ പോകട്ടെ. നമ്മളൊരു പുതിയ ദിവസം തുടങ്ങിയിട്ട് അപ്പം എന്താ വെച്ചാൽ നമ്മൾ പോണ പോക്കിൽ നമ്മുടെ സാധനങ്ങളാണ് ഡെയിലി കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഓരോരോ കാര്യങ്ങളും പുസ്തകവും കാര്യങ്ങളും ഹെഡ്സെറ്റ് ഫോണ് വെള്ളം പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ കോറിയിലേക്ക് എത്തി. കോറിയിലെത്തിയതിന് ശേഷം നേരെ കുറച്ച് നേരം വൈകിട്ട് കോറിയത്തെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഭക്ഷണവും കാര്യങ്ങളും ഇതൊന്നും ഇവിടെ കഞ്ഞിൻ്റെ നേരം കേട്ടോ. 11 മണി ആകുമ്പോഴേക്കും കഞ്ഞിയും കാര്യങ്ങളൊക്കെ റെഡി ആവട്ടോ. അവിടെ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ദിവസം കുറച്ച് നേരത്തെ കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനെൻ്റെ പണിക്കാരൻ നമ്മളൊക്കെ കൂടി കഴിഞ്ഞ് ലോഡ് എടുത്ത് പോകുന്നതിലൂടെ ഫസ്റ്റ് കിട്ടിയിട്ട് രാവിലെ തന്നെ അത് നേരെ ഇറക്കാൻ പോകട്ടെ. നമുക്ക് അറക്കൽക്കാണ് ഇറക്കാൻ പോകുന്നത്. പിന്നെ സൈറ്റിൽ റോഡിന് വെക്കാനായിട്ട് നല്ല സൈറ്റാണ്. ഇറക്കാനുള്ള അടിപൊളി സൈറ്റാണ്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളതിൻ്റെ മാതിരി റിസ്ക് ഒന്നുമില്ല. പക്ഷേ സൈറ്റിൽ പോകണം റോഡ് കുറച്ച് മോശമാണെന്നുള്ളൊരു കുത്തനെ കയറ്റം കയറണം എന്നുള്ളത്. അത് ബുദ്ധിമുട്ടില്ലാത്ത കോലത്തിലാണ് കയറും. എന്താ ചെയ്യുക, ചില സ്ഥലത്ത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും അത് കയറും കേട്ടോ. നമ്മുടെ കല്ലിൽ നിന്നത്തെ ഒരു ഹോൾസ് കല്ലാട്ടോ, ഒരു ഓട്ടക്കല്ലാട്ടോ. പാർട്ടിക്കാർക്ക് അത് മേലേക്ക് എടുക്കാനുള്ളതായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അതായത് ഉച്ചൻ്റെ നേരമായപ്പോൾ ചോറിക്കും അതേമാതിരി മീൻ പൊരിച്ചതും പിന്നെ അതേമാതിരി സാമ്പാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. രാവിലെ ഉടനെ എടുത്തിട്ടുള്ളൂ കിട്ടുന്നു, കൂടുതലായിട്ട് എടുത്തില്ല എന്താ വെച്ചാൽ. അങ്ങനെ വീട്ടിലേക്ക് എത്തി ഞാൻ എന്ത് ചെയ്തു, ഏതാണ്ട് ഒരു സമയം വൈകാതെ കഴിഞ്ഞ് കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ എന്ത് ചെയ്തു സന്ധ്യാദീപം കത്തിക്കട്ടെ. അങ്ങനെ ദീപം തെളിച്ചതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇനി 1-2 സ്ഥലത്ത് പോകാണ്ട്. ഈ കല്ലിൻ്റെ പൈസ പിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ചുരപ്പിടിച്ച പരിപാടിയാണ്. കാരണം കല്ല് ഇറക്കി അന്ന് പൈസ എന്തായാലും ഇവിടുന്ന് കിട്ടണം എന്നല്ലേ. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ചയ്ക്കും ഫണ്ട് കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ബാങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പണം വെച്ചിട്ടായാലും വേണ്ടില്ല പൈസ കൊടുക്കണ്ടേ. കുറിക്കാർക്കും വണ്ടിക്കാർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഒട്ടുമിക്ക ദിവസം ഉണ്ടാവലിട്ട്. ചില ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കയ്യിൽ കല്ലും പൈസ തരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവലുണ്ട്. എന്താ ചെയ്യുക, നമ്മളങ്ങനെ ഓടിക്കിട്ടുങ്ങാണ്ട് പിന്നെ കുറേ കുറ്റങ്ങളും കുറവുകളും കംപ്ലൈൻ്റൊക്കെ ഉള്ളൊരു മേഖലയാണ് ഇത്. ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആദ്യകാലം തൊട്ടേ ഇങ്ങനെയാണ്. നല്ലൊരു ഫണ്ട് വേണം നമുക്ക്. ലൈനിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നികത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം നശിച്ചു പോകും. അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളൊക്കെ കൂടി ടൂർ പോട്ട് പഴയമാരൊന്നുമില്ല. ടൂറൊക്കെ രീതി മാറി, ചിന്താഗതികളും ശൈലിയൊക്കെ മാറിയിട്ടോ. ഇപ്പം നല്ല ബസ്സിന് മുന്നിൽ നല്ല പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചിങ്ങാണ്ട് ലൈറ്റും പിന്നെ അതേമാതിരി പടക്കങ്ങളും പിന്നെ പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് പോകുന്ന ടൂറൊക്കെ ആയിട്ടുള്ള പഴയമാരൊന്നുമില്ല. അങ്ങനെ ഞാൻ കണക്കൂട്ടാൻ വേണ്ടി ഭാവത്തിൻ്റെ ഭാവൻ്റെ കുറേ ഫണ്ട് കൊടുക്കേണ്ടതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു മൻസൂർ ഖാൻ്റെ അടുത്ത് പോയിട്ട് ഓരോ ഷവർമ വാങ്ങിയിട്ടാണ്. ചേച്ചിയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ എല്ലാവർക്കും ഷവർമേറ്റ് ആൾക്കാരുള്ള അങ്ങനെ എന്താ വെച്ചാൽ അതൊക്കെ വാങ്ങി. പിന്നെ ഒരിക്കലല്ല എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ഓരോന്നൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ടു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനത് കൊണ്ടു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ചുകൂടി പൈസ പിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പല വീട്ടിൽ പോകുമ്പോൾ പല സമയമുണ്ട്. രാത്രി 11 മണി വരെയൊക്കെ വെള്ളിയാഴ്ചകളിൽ കല്ലും പൈസ പിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ ശനിയാഴ്ചയ്ക്ക് നടക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടാവലുണ്ട്. ചില സമയം അങ്ങനെയാണ്. എന്ത് ചെയ്യാൻ, ഓരോ റൂട്ടിലും ഇങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെന്താ വെച്ചാൽ നാളേക്കും രാവിലെ നെയ്ച്ചോറ് എന്തൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മു. പക്ഷേ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കൂടി അത് കിട്ടാതെ ബുദ്ധിമുട്ടാണല്ലോ വെച്ചിട്ട് അങ്ങനെ തന്നെ രാത്രി അതും കൊണ്ടു കൊടുത്തിട്ടോ. പായസം വെക്കുന്നുണ്ട്, നെയ്ച്ചോറും എന്തൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏതായാലും ഓരോ സന്തോഷമല്ല നമ്മളെ സന്തോഷം. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുത്തുകൊണ്ട് പിന്നെ എന്ത് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇന്ന് പോകണില്ല. കാരണം ഒരുപാട് നേരമായിരിക്കുന്നു. ഇത് തന്നെ ഒരുപാട് പൈസ പെൻഡിങ് ആണ്. പോയ റൂട്ടിൽ തന്നെ വീണ്ടും പോകേണ്ടതായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഫണ്ട് ഷോർട്ടായി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് നികത്താൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ഷോർട്ടാവുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നിലംപ്രതി ഉള്ളത് കേട്ടോ. പ്രത്യേക തരം സങ്കടവും സന്തോഷമുള്ള മേഖല. അങ്ങനെ കളക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആദ്യം ഉറങ്ങിയും അമ്മ ഉറങ്ങിക്കുന്നില്ല. രണ്ടാളും ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോഴത്തേനും പോലും ഉറങ്ങും. കാരണം ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ കളക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് നേരം വരും. പൊതുവേ അങ്ങനെ തന്നെയാണ്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.